ഡയറക്ടർ രാഹുൽ സദാശിവൻ കഥ എഴുതി സംവിധാനം ചെയ്ത് പ്രണവ് മോഹൻലാൽ കേന്ദ്രകഥാപാത്രമായി അഭിനയിച്ച DSERA. ഈ സിനിമയെ പറ്റി ഫസ്റ്റ് പറയുന്നതിന് മുന്നേ രാഹുൽ സദാശിവൻ്റെ മറ്റ് 2 സിനിമകൾ 3 സിനിമകൾ എടുത്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് സിനിമ റെഡ് ട്രെയിൻ തീരെ പോരാ. പക്ഷേ പിന്നെ എടുത്ത 2 സിനിമകൾ ഭൂതകാലിയും ബ്രഹ്മയുഗയും. ആ 2 സിനിമൻ്റെ അത്രക്ക് ഈ DSERA അത്രക്ക് വരില്ല. അതെന്ന് ചോദിച്ചാൽ സിനിമ മോശമാണെന്നല്ല അർത്ഥം, അത്രക്ക് നന്നായിട്ടില്ല. എനിക്ക് ആ ഫിലിമാണ്, ആ 2 ഫിലിമുകൾ ഈ DSERAനെക്കാട്ടിയും വളരെ നല്ല ഫിലിമുകളാണ്. അത് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. അപ്പോൾ പലർക്കും പല അഭിപ്രായമാണ്. DSERAനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമേൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് അപ്പാരാണ്, ഒരു രക്ഷയില്ല. അടിപൊളിയാണ്. പിന്നെ ഒരു ലാറ്റിൻ സ്റ്റൈല് എഴുത്തൊക്കെയാണ് ഈ സിനിമേൻ്റെ, അതെല്ലാവർക്കും അറിയണതാണ്. പക്ഷെ ഒരു ലാറ്റിൻ സ്റ്റൈലിലാണ് ആ ഒരു വേർഡൊക്കെ വരുന്നത്. പിന്നെ സിനിമയിൽ സോങ്സ് ഒന്നുമില്ല. പിന്നെ സിനിമ ഒരു ഹൊറർ, ഒരു ക്ലാസിക് മൂഡാണ്. രാഹുൽ സദാശിവൻ്റെ മറ്റ് ഫിലിമുകൾ പോലെ തന്നെ ആ ഒരു സ്ലോ ബേസ് മൂവിയാണ്. പക്ഷേ ആ സ്ലോ ബേസ് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിനെ ഫസ്റ്റ് കാണിക്കുന്ന സീനുണ്ട്. അത് കാണിക്കുമ്പോൾ എനിക്ക് ഇമ്രാൻ ഹഷ്മിനാണ് ഓർമ്മ വന്നത്. ശരിക്ക് അച്ഛൻ്റെ മോൻ തന്നെയാണ് പ്രണവ് മോഹൻലാൽ. എന്തായാലും നന്നായി അഭിനയിച്ചിട്ടുണ്ട് പ്രണവ് മോഹൻലാൽ. നല്ല അടിപൊളി അഭിനയമായിരുന്നു. കിട്ടിയ വേഷം വളരെ നന്നായിട്ട് തന്നെ ചെയ്തിരുന്നു. ഈ സിനിമേൻ്റെ ഫസ്റ്റ് ഹാഫിനെക്കാട്ടി എനിക്കിഷ്ടമായത് സെക്കൻഡ് ഹാഫാണ്. ഫസ്റ്റ് ഹാഫ് അത്ര കണ്ട് പോരാന്ന് തോന്നും. സെക്കൻഡ് ഹാഫ് ഒന്നുകൂടി നന്നായിട്ടുണ്ട്. സിനിമയിൽ കനി എന്നുള്ളൊരു പെണ്ണിൻ്റെ ബ്രദറായിട്ടൊരു പയ്യുണ്ട്. അവൻ്റെ ഫസ്റ്റത്തെ ഒരു ഈ വീട്ടിൻ്റെ മേലിൽ നിന്ന് ഫുട്ബോളൊക്കെ തട്ടിയിട്ടൊരു സംഭാഷണമുണ്ട്. അതൊക്കെ ഒരു ഭയങ്കര അടിപൊളി, നന്നായിട്ട് ആക്ട് ചെയ്തിരുന്നു. ആ ഒരു സീനൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ എനിക്ക് ഭൂതകാലം സിനിമേൻ്റെ അത്ര കണ്ട് പേടി ഈ സിനിമയിൽ തോന്നുന്നില്ല. കാരണം പ്രണവ് മോഹൻലാലിൻ്റെ ആക്ടിങ് ഒരു പേടിയില്ലാത്ത, ക്യാമറൻ്റെ മുന്നിൽ ചെയ്യുന്ന എന്നുള്ളൊരു ഇതിൽ ഒരു പേടിയില്ലാത്ത ഒരാൾ, ഒരു കൂസലും ഇല്ലാതെ ചെയ്യുന്ന പോലെയാണ്. ഒരു പേടി തോന്നുന്നില്ല. ഫസ്റ്റ് ഹാഫിൽ തീരെ അങ്ങോട്ട് ഇതാവുന്നില്ല. സെക്കൻഡ് ഹാഫിലാണ് അത് വളരെ നന്നായിട്ട് വന്നത്. എന്തോ ഒരു അഭിനയിക്കുന്നത് ഒരു ഫീലിംഗ് കിട്ടില്ല, പേടിൻ്റെ ഫീലിംഗ് തീരെ വരുന്നില്ല. എന്നുവെച്ചാൽ ഫിലിമിൽ പ്രേതം ഉണ്ട്, പക്ഷെ പ്രേതത്തിനൊരു കൂസലും ഇല്ല. അങ്ങനത്തെ ഒരു രീതിയിൽ ആണ് ഒരു അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് പ്രണവ് മോഹൻലാലിൻ്റെ എനിക്ക് തോന്നി കേട്ടോ. സെക്കൻഡ് ഹാഫ് ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ മോഡിലൊക്കെ പോവും. എന്നിട്ട് ഒരു ട്വിസ്റ്റൊക്കെ ഉണ്ട് സിനിമക്ക്. ക്ലൈമാക്സ് വളരെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒരു 1 ടൈം തിയേറ്റർ വാച്ച് മൂവിയാണ്. എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. നല്ലൊരു കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. എന്ന് വെച്ചാൽ മോശം മൂവി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മറ്റ് സിനിമകളെ അപേക്ഷിച്ച് അത്ര കണ്ട് പോരാന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഒരു വെറൈറ്റി രാഹുൽ സദാശിവൻ മൂവിയാണ്. അപ്പോൾ നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ബൈ.